എനിക്ക് BJP ഇഷ്ടമാണ്. എനിക്ക് നരേന്ദ്രമോദി സാറിനെയും ഇഷ്ടമാണ്. ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയ മനുഷ്യനാണ് അദ്ദേഹം. ഇത് കഴിഞ്ഞ ദിവസം റോബിൻ രാധാകൃഷ്ണന്റെ പോസ്റ്റിലൂടെ അല്ലെങ്കിൽ അദ്ദേഹം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വന്ന് പറഞ്ഞ ഒന്ന് രണ്ട് വാക്കുകളാണ്. അതായത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിൽ സംസ്ഥാന അധ്യക്ഷൻ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുമായ ഒരു ഫോട്ടോ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും അതിന് പിന്നാലെ ഒരുപാട് അൺഫോളോ കമന്റുകളാണ് വന്നിട്ടുണ്ടായിരുന്നത്. കാണുന്നവരെല്ലാവരും തന്നെയും ഞങ്ങൾ ഇനിയിപ്പോൾ അൺഫോളോ ചെയ്തു പോകുന്നു, 2022 മുതൽ ഞാൻ ഫോളോ ചെയ്യുകയാണ്, പക്ഷെ ഇനിയിപ്പോൾ അൺഫോളോ ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള കമന്റുകളൊക്കെ ഇടുകയും അതുപോലെ തന്നെ ഫോളോവേഴ്സിന്റെ എണ്ണം ഒറ്റയടിക്ക് താഴേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കേരളത്തിൽ ഇപ്പോഴും BJP എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ BJP എന്ന് പറയുമ്പോൾ ചാണകം എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം അതിപ്പോഴും മാറാത്തത് എന്തുകൊണ്ടായിരിക്കും? അതൊരിക്കലും BJP മാത്രം ഉണ്ടാവുന്ന ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇനിയിപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ കമ്മിയെന്നും അങ്ങനെയൊക്കെ വിളിക്കുന്നത് നമ്മൾ വീണ്ടും കേട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ചിലപ്പോൾ നിഖില വിമലിനോട് കമ്മിയാണോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. അതേപോലെ മമ്മൂക്ക കമ്മിയാണോ, ആ രീതിയിൽ മിക്ക ഈ സ്റ്റാർസ് അല്ലെങ്കിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ആൾക്കാരും തന്റെ രാഷ്ട്രീയം തുറന്നു പറയുന്നത് അത്രത്തോളം ഉണ്ടാവില്ല. കാരണം ഇത്രത്തോളം ഇല്ല, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് ഒരു വിമുഖത അവരോട് തോന്നുമെന്നുള്ള ഒരു വിഷയം കൊണ്ട് തന്നെയാണ്. ഇപ്പോ റോബിൻ രാധാകൃഷ്ണന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പലപ്പോഴും ഒരു തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയമാകുമ്പോഴത്തേക്കും കുറച്ച് ഇങ്ങനെ ഇപ്പോ ഓൺലൈൻ സെലിബ്രിറ്റീസ് ആണെങ്കിലും അല്ലാത്ത സെലിബ്രിറ്റീസ് ആണെങ്കിലും രാഷ്ട്രീയ പ്രവേശനം നടക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ കങ്കണയുടെ ആണെങ്കിലും ഖുഷ്ബുവിന്റെ ആണെങ്കിലും അങ്ങനെ ഒരുപാട് സ്റ്റാറുകൾ ഇനിയിപ്പോ ഈ വലിയ രീതിയിൽ ഉയർന്ന അല്ലെങ്കിൽ വലിയ രീതിയിൽ അത്തരം ആരാധകരുള്ള സ്റ്റാർസോടൊപ്പം തന്നെ അല്ലാത്ത ആൾക്കാരും ഇതേപോലെ രാഷ്ട്രീയ പ്രവേശനം നടക്കാൻ പറ്റിയ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവേശനം നടത്താൻ പറ്റിയ ഒരു സമയം എന്ന് പറയുന്നത് ഒരു ഇലക്ഷനോട് മുന്നോടിയായിട്ട് തന്നെയാണ്. മേ ബി നിയമസഭാ ഇലക്ഷനില് BJP പ്രതിനിധീകരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം റോബിൻ രാധാകൃഷ്ണൻ ഇപ്പൊ ഇങ്ങനെ ഒരു നിലപാടുകൾ എടുത്ത് വന്നത്. അല്ല, റോബിൻ ഇപ്പോൾ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷെ അതൊന്നും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ഇത്തരത്തിൽ ഈ പറയുന്ന സെലിബ്രിറ്റീസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ അറിയപ്പെടുന്ന ജനങ്ങൾക്ക് ഇഷ്ടമുള്ള കുറെ ആളുകൾ സ്വന്തം പാർട്ടി അല്ലെങ്കിൽ ഏത് പാർട്ടിയോടാണ് തനിക്ക് താല്പര്യം എന്നുള്ളത് തുറന്നു പറയുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ അത് അവരുടെ ജീവിത സാഹചര്യം കൊണ്ടോ അവർ വിശ്വസിച്ച് വരുന്ന ഓരോ ആശയങ്ങൾ കൊണ്ടോ ആയിരിക്കാം ഇങ്ങനെ തുറന്നു പറയുമ്പോൾ അതിനെ പൊതുജനം ഏറ്റെടുക്കുന്ന രീതി എന്ന് പറയുന്നത് വളരെയധികം വ്യത്യസ്തമായാണ് ഇപ്പോൾ റോബിൻ രാധാകൃഷ്ണന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ഓരോ വ്യക്തിക്കും അവരുടെ രാഷ്ട്രീയം സ്വീകരിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ ഒരു BJP-യിൽ ഉണ്ണിമുകുന്ദൻ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ ആരും അതിന് ഹേറ്റേഴ്സ് ആയി വരുന്നത് നമ്മൾ കണ്ടിരുന്നില്ല. പക്ഷേ റോബിൻ രാധാകൃഷ്ണൻ പറയുമ്പോൾ BJP-യിലേക്ക് പോകുന്നത് എന്തിന് എന്നൊരു ചോദ്യം വരുന്നു. സ്വന്തം താല്പര്യം അല്ലെങ്കിൽ സ്വന്തം തീരുമാനം എടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇപ്പോൾ സെലിബ്രിറ്റീസിന് നഷ്ടപ്പെട്ടു തുടങ്ങിയോ? അങ്ങനെ നമുക്ക് ഒരിക്കലും വിചാരിക്കാൻ പറ്റില്ല. കാരണം കൃത്യമായി രാഷ്ട്രീയം പറയുന്ന സെലിബ്രിറ്റി ഉണ്ട്. അതിന് വേണമെങ്കിൽ നമുക്ക് വിജയെ തന്നെ വെക്കാം. വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്കൊരു എന്തിനാണ്, അല്ലെങ്കിൽ അവിടെ സ്റ്റാലിൻ രാഷ്ട്രീയം, ജയലളിത, അല്ലെങ്കിൽ ആ ഒരു ഫോർമുല മാത്രം, കരുണാനിധി, ഇത് മാത്രം കണ്ട് പരിചിതമായ തമിഴ്നാട് ആ ഒരു രാഷ്ട്രീയ കളത്തിലേക്ക് വിജയ് ഇറങ്ങുന്ന സമയത്ത് എന്തിനാണ് വിജയുടെ ഒരു പുതിയ പാർട്ടി എന്നൊന്നും ആർക്കും തോന്നിയിട്ടില്ല. കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞു വരുന്ന ആൾക്കാരോടൊന്നും വലിയ വിമുഖതയൊന്നും തോന്നില്ല. അതിപ്പോ ഇവിടെ ആണെങ്കിൽ രമേശ് പിഷാരടി ഒരു കോൺഗ്രസ്സുകാരനാണ്. മിക്ക ഇലക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ പക്ഷെ കോൺഗ്രസിനും അതുപോലെ തന്നെ CPM-ലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഇടതിലേക്ക് പോകുന്നവരെ ഒന്നും ഇത്രയും സൈബർ ബുള്ളിങ് നേരിടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. കേരളമാണ് ഈ പറയുന്നത് പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും അതുപോലെ തന്നെ UDF ആണെങ്കിലും സ്വാഭാവികമാണ് എന്നുള്ളത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ അത് BJP-യിലേക്ക് വരുമ്പോഴാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. BJP-യിലേക്ക് വരുമ്പോഴാണ് ഇപ്പോൾ ഈ പറയുന്ന റോബിൻ രാധാകൃഷ്ണൻ പറയുന്നുണ്ട് കേരളത്തിൽ BJP വരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ ഒരു രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഭയമായതുകൊണ്ടാണ് നിങ്ങൾ BJP അംഗീകരിക്കാത്തത് എന്ന് അദ്ദേഹം പറയുമ്പോൾ ശരിക്കും BJP ഇപ്പോൾ വളർന്നു എന്ന് അവർ അവകാശപ്പെടുന്നത് അങ്ങനെയല്ല എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഈ പറയുന്ന പോസ്റ്റിന്റെ താഴെ വരുന്ന കമന്റ് ബോക്സ് എന്ന് പറയുന്നത്. ഈ പോസ്റ്റിന്റെ താഴെ വരുന്ന കമന്റ് ബോക്സ് അനുസരിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അതൊരു ഒന്ന് ആലോചിച്ച് നോക്കൂ. എവിടൊക്കെയുള്ള രീതിയിലുള്ള ഇവിടൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും ഇതിൽ കമന്റ് ചെയ്യുന്നത്. അതും ഈ ഇലക്ഷനെ സംബന്ധിച്ച് ഒരു ബന്ധം ഉണ്ടാവില്ല. കാരണം ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു ഭൂരിഭാഗത്തിന്റെ അപ്പുറത്തേക്ക് ആൾക്കാർ വന്ന് വോട്ട് ചെയ്യുന്നതും ആ ഒരു വോട്ട് ഷെയർ ഒക്കെ നോക്കുന്ന സമയത്തേക്ക് BJP-ക്ക് വലിയ രീതിയിൽ ഉള്ള തരംഗങ്ങളൊക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഇലക്ഷൻ പോളുകൾക്കൊക്കെ വലിയ പ്രാധാന്യം രാഷ്ട്രീയ കളത്തിൽ കൊടുക്കാത്തുള്ള ഒരു പ്രധാന റീസൺ അതാണ്. ഇതിനകത്തിലൊന്നും പെടാത്ത ഒരുപാട് ആൾക്കാർ വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ട് അല്ലെങ്കിൽ വോട്ടേഴ്സ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയധികം ഹെയ്റ്റ് ഉണ്ടാവണമെങ്കിൽ മേ ബി അവർ കമ്മ്യൂണിസ്റ്റുകാരായിരിക്കണം അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരായിരിക്കണം. അവർക്ക് മറ്റെന്തെങ്കിലും രാഷ്ട്രീയം ഉള്ളത് കൊണ്ടാണ് ഇവർ ഈ പറയുന്ന BJP-യെ അല്ലെങ്കിൽ ഒരാൾ BJP-യിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ഒരാൾ സംഘിയാണ് എന്ന രീതിയിലേക്ക് ഉള്ള അല്ലെങ്കിൽ ഒരു ഹെയ്റ്റ് ഉണ്ടാവുന്നത്. പിന്നുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഹിന്ദുത്വം ഒരിക്കലും ഒരു BJP കോണ്ടന്റ് അല്ല. BJP-യുടെ ഒരു കൈവശം അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ഹിന്ദുത്വം അല്ലെങ്കിൽ അങ്ങനെ മതം മാറ്റാൻ പാടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇന്നത്തെ സമൂഹത്തിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതായത് BJP എന്ന് പറഞ്ഞാൽ ഹിന്ദു മതവിശ്വാസികൾ മാത്രം പോകാൻ പാടുള്ള ഒരു പാർട്ടി, എന്താ പറയാ, BJP എന്ന് പറയുന്ന പാർട്ടിയാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊരു മതവിശ്വാസികളും, ഇപ്പോൾ ക്രിസ്ത്യൻ മതവിശ്വാസത്തിലുള്ളവരോ അല്ലെങ്കിൽ മുസ്ലിം മതവിശ്വാസത്തിലുള്ളവരോ BJP-യിലേക്ക് പോകുന്നത് ജനങ്ങൾക്ക് അംഗീകരിക്കാൻ വളരെയധികം ബുദ്ധിമുട്ട്. അങ്ങനെ പോയവരെ പോലും വളരെയധികം മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു രീതി ഇപ്പോൾ കാണുന്നുണ്ട്. ഹർഷ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇയാൾക്ക് നരേന്ദ്രമോദിയെ ഇഷ്ടമാണ് അല്ലെങ്കിൽ അമിത്ഷായെ ഇഷ്ടമാണ്. ആ രീതിയിൽ പറയുമ്പോൾ നരേന്ദ്രമോദിയുടെ ഈ പറയുന്ന രാഷ്ട്രീയ പ്രവേശനം തൊട്ടുള്ള അല്ലെങ്കിൽ ചരിത്രപരമായുള്ള BJP-യുടെ രാഷ്ട്രീയ നേട്ടങ്ങൾ ഇതൊന്നും റോബിന് അറിയണമെന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ഗുജറാത്തിൽ എന്തായിരുന്നു നടന്നത്, ഗുജറാത്തിൽ വോട്ടിംഗ് ഷെയർ എങ്ങനെയായിരുന്നു, ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് BJP എങ്ങനെയാണ് വളർന്നു വന്നത്, ഒരു 10-20 വർഷം മുമ്പ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു 10 വർഷം 15 വർഷമൊക്കെ മുമ്പ് കോൺഗ്രസിന്റെ കയ്യിലായിരുന്ന ആ ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഈ രാജ്യത്തെ എങ്ങനെയാണ് ഒരു BJP-യുടെ അല്ലെങ്കിൽ ആ ഒരു കൺട്രോളിലേക്ക് വന്നത്. ഇത്തരം രാഷ്ട്രീയ ചരിത്രം ഒന്നും അറിഞ്ഞിട്ടാവണമെന്നില്ല പലരും BJP-യിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുള്ളത്. നമ്മുടെ ചുറ്റുപാടും തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, BJP-യുടെ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഇത്രയധികം പൈസ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്രയധികം സേവനങ്ങൾ, അല്ലെങ്കിൽ ഇത്രയധികം എന്താ പറയാ പുതിയ പുതിയ സിസ്റ്റംസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ പെൻഷനുകൾ ഏർപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് വികസനങ്ങൾ അപ്പോൾ ഒരുപാടുണ്ട്. വികസനം എന്നതിന്റെ അപ്പുറത്തേക്കും ഇവിടേക്ക് വികസനങ്ങൾ പലപ്പോഴും സംസ്ഥാന സർക്കാരിന്റെ ക്രെഡിറ്റിലേക്കാണ് പോകുന്നത്. ഇപ്പൊ ഒരു നല്ല ദേശീയപാത വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് സംസ്ഥാന സർക്കാരിന്റെ ക്രെഡിറ്റിലേക്കും, മോശം ദേശീയപാതയാണെങ്കിൽ അത് സെൻട്രലിന്റെ തലയിൽ വെക്കുന്ന ഒരു രീതിയുണ്ട്. അതുകൊണ്ട് ഇവിടെ വികസനങ്ങൾ വരുന്നത് ഒരിക്കലും BJP-യുടെ ക്രെഡിറ്റായി മാറുന്നില്ല, അത് ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ള സത്യാവസ്ഥയുണ്ട്. പിന്നെ ഈ പറയുന്ന പെൻഷനുകളും ഇങ്ങനത്തെ ആനുകൂല്യങ്ങളൊക്കെ ഇതുകൊണ്ട് മാത്രം കിട്ടുന്നത് കൊണ്ട് മാത്രം BJP-യിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. ഇവർക്കൊന്നും BJP-യുടെ രാഷ്ട്രീയ പശ്ചാത്തലം ഒന്നും അറിഞ്ഞിട്ടല്ല പലരും BJP-യിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ റോബിൻ രാധാകൃഷ്ണൻ വ്യക്തിപരമായി ചിലപ്പോൾ അവരുടെ നിലപാടുകൾ ഇഷ്ടമായിരിക്കാം, അതുകൊണ്ടായിരിക്കാം ഈ രീതിയിൽ BJP-യിലേക്ക് പോവുക അല്ലെങ്കിൽ BJP-യിലേക്ക് ഒരു അക്കൗണ്ട് എടുക്കുകയാണ് എങ്കിൽ ഒരു അതും ഈ പറയുന്ന രാഷ്ട്രീയം മൊത്തത്തിൽ എടുത്തു വെച്ചിട്ടൊന്നും ആവില്ല. അയാളിപ്പോ ഒരു മണ്ഡലത്തിൽ മത്സരിക്കുകയാണ്, സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ BJP-യുടെ നിലപാടുകൾക്ക് അപ്പുറത്തേക്കും അയാൾക്ക് ആ മണ്ഡലത്തിൽ കൊണ്ടുവരാൻ പോകുന്ന വികസനങ്ങളോടൊരു ധാരണ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ വരുന്ന ആൾക്കാരെ പൂർണ്ണമായിട്ടും അവരൊരു സംഖ്യയാണ്, അവര് ഹിന്ദുത്വമാണ് മൊത്തം ഉള്ളത്, അവര് വർഗീയവാദികളാണ്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അതെ, ഇപ്പോ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ഓരോ ദിവസവും ഇത്തരത്തിൽ ഓരോ സ്ഥാനാർത്ഥികൾ, ഓരോ വ്യക്തികളുടെ പേരുകൾ കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോ ഈ പറയുന്ന റോബിനെ ആണെങ്കിലും കൊല്ലത്ത് എവിടെയെങ്കിലും മത്സരിക്കാൻ സാധ്യതയുണ്ട് BJP കാൻഡിഡേറ്റ് ആയിട്ട് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. റോബിൻ മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി ഇത്തരത്തിൽ എന്താ പറയാ അഖിൽ മാരാറിന്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്, ഉണ്ണിമുകുന്ദന്റെ പേരൊക്കെ കോമൺ ആയിട്ട് ഒട്ടുമിക്ക തെരഞ്ഞെടുപ്പുകളിലും ഇത്തരത്തിൽ BJP സ്ഥാനാർത്ഥി വരാൻ സാധ്യതയുണ്ട് എന്ന് ഇതിനു മുൻപും പലതവണ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന മറ്റു പല ആസിഫ് അലിയെ പോലെയുള്ള അല്ലെങ്കിൽ പിഷാരടിയെ പോലെയുള്ള താരങ്ങളുടെയും ജനങ്ങൾക്ക് അറിയുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിന്റെയും പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ ഇനി അങ്ങനെ ഒരു താരം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം താരപ്രഭയെക്കാട്ടിലും ഇപ്പൊ ധർമ്മജന്റെ കോമഡികൾ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ധർമ്മജൻ മത്സര രംഗത്തേക്ക് ഇറങ്ങിയ സമയത്ത് നമുക്കറിയാം തോറ്റുപോയിട്ടുണ്ടായിരുന്നു. അത് ധർമ്മജന് ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, പക്ഷെ അതിനപ്പുറത്തേക്കും ഒരു താരമൂല്യം അനുസരിച്ച് അങ്ങനെ വോട്ടുകൾ പോകുന്നു തോന്നുന്നില്ല. സുരേഷ് ഗോപിയുടെ താരമൂല്യം അനുസരിച്ചാണോ ഇനി പോയെന്ന് തോന്നുന്നു. സുരേഷ് ഗോപി ആദ്യം തോറ്റുപോയായിരുന്നു, അതിനുശേഷം ആ ഇമേജ് ഒന്ന് എടുത്ത് അല്ലെങ്കിൽ കുറെ അധികം വർക്ക് ചെയ്തിട്ടാണ് ഈ പറയുന്ന രീതിയിൽ അയാൾക്ക് ഒരു വിജയം തൃശ്ശൂർ ഉണ്ടായത്. അത് കുറെ വർഷത്തെ കുറെ നാളത്തെ വർക്ക് കൊണ്ടാണ് അയാൾക്ക് ഉണ്ടായത്. അതേപോലെ ഈ പറയുന്ന ആസിഫ് അലിയൊക്കെ വരുമെന്ന് തോന്നില്ല. അഖിൽമാരുടെ ആണെങ്കിലും അഖിൽമാര് കുറെ കാലമായിട്ട് ഇവിടെ രാഷ്ട്രീയപരമായി സംസാരിക്കുന്ന ഒരാളാണ്. രാഷ്ട്രീയം നോക്കി കഴിഞ്ഞാൽ അയാൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് വോട്ട് കിട്ടുമായിരിക്കും. അതിന്റെ അപ്പുറത്തേക്കും ഈ ഇമേജ് കളയാൻ വേണ്ടിയിട്ട് നമ്മുടെ സെലിബ്രിറ്റീസ് ഒന്നും എന്തായാലും ഇറങ്ങില്ല. അല്ലെങ്കിൽ ഇത് എന്താ പറയാ കങ്കണയെ പോലെ ഖുഷ്ബുവിനെ പോലെ വോട്ട് ഉറപ്പിക്കുന്ന സ്ഥലങ്ങളിലേക്ക് BJP ടിക്കറ്റ് വളരെ ഈസിയായി വെറുതെ ഒന്ന് സ്ഥാനാർത്ഥിയായാൽ മതി എന്ന രീതിയിലേക്ക് അവിടൊക്കെ ആണെങ്കിൽ, അതുകൊണ്ടാണ് ഈ പറയുന്ന നമ്മുടെ വടക്ക് പോകുന്ന സമയത്ത് സെലിബ്രിറ്റീസ് മത്സരിക്കുന്നത് വൻ രീതിയിലുള്ള വിജയങ്ങളും അല്ലെങ്കിൽ ഒരു പാർലമെന്റിലേക്കൊക്കെ എത്തുന്നത് അതുകൊണ്ടാണ്. കേരളത്തിൽ നമുക്ക് അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല.